തിരുവനന്തപുരത്ത് പോലീസുകാരന് കുത്തേറ്റു. കരമന പോലീസ് സ്റ്റേഷനിലെ ജയചന്ദ്രനാണ് നെടുങ്കാട് തീമങ്കരിയിൽ വെച്ച് കുത്തേറ്റത്. സമൻസ് വിതരണത്തിനിടെയായിരുന്നു ആക്രമണം. പ്രതി നെടുങ്കാട് തീമങ്കരി സ്വദേശി ലിജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, എപ്പോഴായിരുന്നു ഈ സംഭവം? പോലീസുകാരന് കുത്തേറ്റത്, മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രുതി, ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് തിരുവനന്തപുരത്തെ നെടുങ്കാട് തീമങ്കരിയിൽ വെച്ച് കരമന പോലീസ് സ്റ്റേഷനിലെ CPO ആയിട്ടുള്ള ജയചന്ദ്രന് കുത്തേൽക്കുന്നത്. കഴുത്തിനും അതുപോലെ തന്നെ കൈക്കും മാരകമായി കുത്തേറ്റു എന്നുള്ളതാണ്. ഗുരുതര പരുക്കുണ്ട് അദ്ദേഹത്തെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇപ്പോൾ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അല്പസമയം മുമ്പാണ് ഈ നെടുങ്കാട് തീമങ്കരി സ്വദേശിയായിട്ടുള്ള ലിജോയെ, ഈ പോലീസുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതിയായിട്ടുള്ള ലിജോയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ഇദ്ദേഹം സമൻസ് വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഈ തീമങ്കരിയിൽ എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സമയത്ത് രണ്ട് വയൽ പ്രദേശമാണ്. ഇതുവഴി പോകുന്ന സമയത്താണ് ചിലർ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് കാണുന്നത്. ഈ പോലീസുകാരൻ ചോദ്യം ചെയ്യുന്നത്. തുടർന്നുണ്ടായ തർക്കത്തിലാണ് കത്തി ഉപയോഗിച്ച ഈ പോലീസുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ തീമങ്കരി സ്വദേശിയായിട്ടുള്ള ഈ ലിജോയ്ക്ക് നേരത്തെ കേസുണ്ട്. ഇദ്ദേഹം ചെന്നൈയിലായിരുന്നു. ഈ അടുത്തിടയ്ക്കാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ സമൻസ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ജയചന്ദ്രൻ ഈ പ്രദേശത്ത് എത്തിയത് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്നവർ. എന്തായാലും പോലീസുകാരനെ കുത്തിയ പ്രതി ലിജോയെ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ അടുത്തിടെയാണ് തൊട്ടടുത്തുള്ള 2 സ്റ്റേഷനുകളിലെ പോലീസുകാർ കുത്തേൽക്കുന്നത്. തൊട്ട് അടുത്ത ദിവസം, അതായത് ഈ കഴിഞ്ഞ ആഴ്ചയാണ് തിരുവനന്തപുരത്തെ പൂജപ്പുര പോലീസ്, തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനാണ്, പൂജപ്പുര പോലീസിലെ SIക്ക് തന്നെ കുത്തേറ്റത്. പക്ഷേ അതിലെ പ്രതിയെ ഇതുവരെയും നിലവിൽ പിടികൂടിയിട്ടില്ല. ശ്രീജിത്ത് ഉണ്ണി എന്ന് പറയുന്ന നിരവധി കാപ്പ കേസിൽ ഉൾപ്പെടെ പ്രതിയായിട്ടുള്ള ഈ ശ്രീജിത്ത് ഉണ്ണി ഇപ്പോഴും ഒളിവിലാണ്. ശരി, റിനു ശ്രീധറാണ് വിശദാംശങ്ങൾ നൽകിയത്.